ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ്. ശ്രീ എം ജയചന്ദ്രൻ, നമുക്ക് ഏതായാലും ഈ ജനവിധിയുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പുതിയ സർക്കാർ വരുന്നതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ ആലോചനകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറേയേറെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തന്നെയാണ്. പിന്നെ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് 7 സീറ്റുമുണ്ട്, മറ്റവർക്ക് 2 പേർക്കും കൂടി 28 സീറ്റുമുണ്ട്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ മുന്നണിക്ക് വരെ കൂടിയേ തീരൂ. ഇപ്പോൾ തന്നെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇനി വരാൻ പോകുന്നൊരു സർക്കാരിനെ സംബന്ധിച്ച് അത് ഏതാണ്ട് BJPക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷായും ചേർന്ന് എല്ലാം തീരുമാനിച്ചോളൂ എന്ന മനോഭാവത്തോടുകൂടി വരാൻ പോകുന്നൊരു സർക്കാരിന് ഒപ്പം നിൽക്കുന്ന ആളുകളായി ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും മാറും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലത്തേക്കെങ്കിലും അവർക്ക് മറ്റു വഴിയില്ല എന്നുള്ളതാണ് ശരത്തെ അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു പരിമിതിയായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത് വരുന്ന 1 വർഷത്തിനകം മാറും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിലെ പരിമിതി, പ്രധാനപ്പെട്ട പരിമിതി അതാണ്. അങ്ങനെ ആയിരിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയുമാണ്. എന്തെന്നാൽ ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആരോടാണ് അക്കൗണ്ടബിളായിട്ടുള്ളത്, ആരോടാണ് ആൻസറബിളായിട്ടുള്ളത് എന്ന ചോദ്യം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 പേരോടെ അക്കൗണ്ടബിലിറ്റി ഉള്ളൂ, ആൻസറബിൾ ആവുന്നുള്ളൂ. അത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് മോഹൻ ഭാഗവതിനോടാണ്, RSS ചീഫിനോടാണ്, സർസംഘചാലകനോടാണ്. 2 സ്വന്തം വിശ്വസ്ത അനുചരനും സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള അമിത്ഷായോടാണ്. ഈ 2 പേരോടും കഴിഞ്ഞാൽ BJP എന്ന പാർട്ടിയോട് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി പിന്നെ ഒരു കാര്യത്തിലും BJP എന്ന പാർട്ടിയല്ല പരിഗണിച്ചിട്ടുള്ളത്. JP നഡ്ഡയൊക്കെ ആൾപ്പേരിനെ കസേര ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ നഡ്ഡയോടൊക്കെ അമിത്ഷാ ഒരു കുറിപ്പടി കൊടുത്താൽ അത് അംഗീകരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. സംഘടനാ സംവിധാനം എന്നുള്ള നിലയ്ക്കോ പാർലമെൻ്ററി പാർട്ടി എന്നുള്ള നിലയ്ക്കോ ഗവൺമെൻറ്റിലും പാർട്ടിയിലും നരേന്ദ്രമോദി ഈ പാർട്ടി സംവിധാനങ്ങളെ ഒന്നും പരിഗണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ 10 വർഷക്കാലം. അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിൻഡ് RSS പ്രവർത്തകനാണല്ലോ അദ്ദേഹം. രാജ്യത്തിനത് കണ്ട് നല്ല ശീലമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു 3ാം വട്ടം വരുമ്പോൾ അദ്ദേഹം നയിക്കാൻ പോകുന്നത് പൂർണ്ണമായും ഒരു മുന്നണി സർക്കാരിനെയാണ്. ആ മുന്നണി സർക്കാരിൽ നിതീഷ് കുമാറും അതുപോലെ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ കുറെ കൂടി വരാൻ പോകുന്നൊരു മാറ്റത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സർക്കാർ രൂപീകരണ വേളയിൽ തന്നെ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് കൃത്യമായ വിലപേശൽ നടത്തി താക്കോൽ സ്ഥാനങ്ങൾ വാങ്ങിച്ചെടുത്ത് ഈ സർക്കാർ തങ്ങളെ ശ്രദ്ധിച്ചും മാനിച്ചും ഗൗനിച്ചും മാത്രമേ മുന്നോട്ട് പോകാനൊക്കൂ എന്നൊരു മെസ്സേജ് കൊടുക്കാൻ ഇരു നേതാക്കളും തയ്യാറാകുന്നുണ്ടോ വരുന്ന വാർത്തകൾ വെച്ച്? ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം കഴിഞ്ഞുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞോളൂ. അത് അക്കാര്യത്തിൽ ഏറ്റവും പിന്നെ ഈ എന്താണ് രാഷ്ട്രീയ വൈഭവം മുൻപ് തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ചന്ദ്രബാബു നായിഡു. കോൺഗ്രസിൻ്റെ കാലത്താണ്. കോൺഗ്രസിൻ്റെ കാലത്ത് അദ്ദേഹം ആന്ധ്രയ്ക്ക് വേണ്ടി നേടിയെടുത്ത് എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളുടെ മുമ്പിൽ ഇനി പറയേണ്ടാത്ത വിധം ചരിത്രങ്ങൾ വ്യക്തമായി കിടക്കുകയാണല്ലോ. ബാംഗ്ലൂർ IT ഹബ്ബായിരുന്ന ബാംഗ്ലൂരിനെക്കാളും മികവോടുകൂടി തൻ്റെ നാട്ടിലേക്ക് IT ഹബ്ബ് കൊണ്ടുവരുന്നതിന് ബിൽഗേറ്റ്സിനെ വരെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ചന്ദ്രബാബു നായിഡുവിന് കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനം ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടെന്യൂറിൽ ചെയ്യുന്നത് മുൻപ്. അപ്പോൾ അതേ വൈഭവത്തിൽ തന്നെയാണ് നായിഡു ഇത്തവണയും പിന്നെ കാര്യങ്ങൾ നീക്കാൻ തയ്യാറാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നായിഡുവിൻ്റെ ശീലം അങ്ങനെയാണ്, അദ്ദേഹം ചെയ്യുകയും ചെയ്യും. ഇപ്പം തന്നെ എന്തൊക്കെയോ ഡിമാൻഡുകൾ വെച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. ഈ തൻ്റെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി, ഹൈദരാബാദിന് പ്രത്യേക പദവി വേണം, ഇതൊക്കെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ ആഭ്യന്തരമന്ത്രി പദം വേണം എന്നുള്ള വാദം വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ ബാർഗെയിനിങ് പൊളിറ്റിക്സിന് പറ്റിയ ഒരു ഇടമായിട്ട് മുന്നണി ഭരണം BJPയുടെ ഈ 10 വർഷത്തെ ഭരണം ഇപ്പോൾ നരേന്ദ്രമോദിയെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല, ഡിക്റ്റേഷൻ RSSൻ്റേതായിരിക്കും. അത് ചന്ദ്രബാബു നായിഡുവിനും അനുസരിക്കേണ്ടി വരും, പിന്നെ നിതീഷിനും അനുസരിക്കേണ്ടി വരും. മറ്റ് പോംവഴികൾ തൽക്കാലം അവരുടെ മുമ്പിലില്ല. അതെങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് അറിയാവുന്ന പിന്നെ ഒരു സംവിധാനമാണല്ലോ RSS എന്ന് പറയുന്നത്. ഈ പ്രസൻസ് ഇൻ ഡിസ്ഗൈസ്
എന്നുള്ളതാണ് അവരുടെ അല്ല, എന്ന് പറഞ്ഞാൽ പോലും രാജ്യത്തൊരു മുന്നണി ഭരണമാണ് നിലനിൽക്കുന്നതെങ്കിൽ മോദിക്കോ RSSനോ ആ കടിഞ്ഞാൺ അത്ര എളുപ്പം കഴിഞ്ഞ 2 സർക്കാരിൻ്റേത് കാലത്തേതുപോലെ നടപ്പാക്കാനാകുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് BJPയുടെ പ്രകൃതം നന്നായി അറിയുന്ന നേതാക്കളല്ലേ ഇവർ. അതായത് മറ്റ് പാർട്ടികളെ പിളർത്തുക, മറ്റു പാർട്ടിയിലെ ജനപ്രതിനിധികളെ MP-മാരെയും മറ്റും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് BJP കാട്ടിയിട്ടുള്ള ഒരു ശൈലിയും ശീലവും ഉണ്ട് ഒരു ഭാഗത്ത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ BJP ഇതര സംസ്ഥാന സർക്കാരുകളോട് എടുക്കുന്ന സമീപനം, അപ്പോൾ ഇതെല്ലാം അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻ മോദി ഭരണകാലത്തെ പോലെ ഇതുപോലൊരു മുന്നണി ഭരണകാലത്ത് മോദിക്ക് കഴിയുമോ? ഒട്ടും എളുപ്പമല്ല. അത് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട സ്ഥലത്തെ. ഒട്ടും എളുപ്പമല്ല. കാരണം ഇതിലാദ്യം വ്യത്യസ്തമായ നിലപാടുകളുമായി മുമ്പോട്ട് വരാൻ ഇടയുണ്ടെന്ന് നമുക്ക് ഇപ്പോഴേ കാണാവുന്നത് ഇന്ത്യയിലെ പ്രബലമായ മീഡിയ ഹൗസുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിലെ പ്രബലമായ മീഡിയ ഹൗസുകൾ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുകളുമായി അധികം വൈകാതെ മുമ്പോട്ട് വരും. അതിനുള്ള സൂചനകൾ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നിൽക്കട്ടെ. അപ്പോൾ അത് തുടക്കം അവിടുന്നായിരിക്കാം. പിന്നെ അദാനി മോദി കോമ്പിനേഷൻ എങ്ങനെയാണ് ഇനി വർക്കൗട്ട് ആവുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ, പ്രതിപക്ഷത്തിന് ഇടപെടാൻ കഴിയുന്ന ഒരുപാട് ഈ പൊളിറ്റിക്കൽ സ്പിയർ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് പുതിയ ലോക്സഭയിൽ. അത് ഭംഗിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പിന്നെ ഈ ഇന്ത്യ സഖ്യം മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നത് 99 സീറ്റ് ഉള്ള കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. ആ 236-ൽ ബാക്കി ഒരുപാട് കക്ഷികളുണ്ട്. പ്രാദേശികമായി പ്രബലമായ അവരുടെ ശക്തി തെളിയിച്ചിട്ടുള്ള കക്ഷികൾ തന്നെ അതിലുണ്ട്. അപ്പോൾ ആ കക്ഷികളുടെ അടക്കം നിലപാടുകളോടെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ സഖ്യം മുമ്പോട്ട് പോകൂ. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ഒട്ടും ഈസി ആയിരിക്കില്ല. അത് അങ്ങേയറ്റം ആയാസകരമായിരിക്കുക തന്നെ ചെയ്യും. ഞാനീ പറഞ്ഞതുപോലെ ഇനി മാധ്യമരംഗം കുറേ കൂടെ നല്ല നിലയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കാണുന്ന രൂപത്തിലേക്ക് മാറാൻ ഒരു പോസിറ്റീവായ സാധ്യതയാണ് ഇതുകൊണ്ട് കാണുന്നത് എന്നുള്ളൊരു ശുഭസൂചനയും കൂടെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്.